ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യമായി സംബോധന ചെയ്ത ദേശീയ നേതാവാണ് രവീന്ദ്രനാഥ ടാഗോർ. ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യമായി സംബോധന ചെയ്ത ദേശീയ നേതാവാണ് രവീന്ദ്രനാഥ ടാഗോർ. ഗാന്ധിജിയെ രാഷ്ട്രപിതാവെന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവെന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. കോൺഗ്രസിനെ പിളർപ്പിലെത്തിച്ച 1907 സമ്മേളനം നടന്ന സ്ഥലം സൂററ്റാണ്. കോൺഗ്രസിനെ പിളർപ്പിലെത്തിച്ച 1907 സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? സൂററ്റാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് മഹാദേവ് ഗോവിന്ദ റാനഡെ. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് മഹാദേവ് ഗോവിന്ദ റാനഡെ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്ന വനിത ആനി ബെസന്റ് ആണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്ന വനിത ആനി ബെസന്റ്. ബർദോളി സത്യാഗ്രഹത്തിന്റെ നായകൻ എന്നറിയപ്പെട്ട ദേശീയ നേതാവ് സർദാർ വല്ലഭായ് പട്ടേൽ. ബർദോളി സത്യാഗ്രഹത്തിന്റെ നായകൻ എന്നറിയപ്പെട്ട ദേശീയ നേതാവാണ് സർദാർ വല്ലഭായ് പട്ടേൽ. സ്വാതന്ത്ര്യ ദിനമായ ഓഗസ്റ്റ് 15 ജന്മദിനമായ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അരവിന്ദ ഘോഷ്. സ്വാതന്ത്ര്യ ദിനമായ ഓഗസ്റ്റ് 15 ജന്മദിനമായ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അരവിന്ദ ഘോഷ്. ഭരണഘടനയുടെ കരട് തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട സമിതിയുടെ തലവൻ ഡോക്ടർ BR അംബേദ്കർ ആണ്. ഭരണഘടനയുടെ കരട് തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട സമിതിയുടെ തലവനാണ് ഡോക്ടർ BR അംബേദ്കർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാർക്ക് തിരിച്ചു നൽകിയ ബഹുമതിയാണ് കൈസർ-ഇ-ഹിന്ദ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാർക്ക് തിരിച്ചു നൽകിയ ബഹുമതിയാണ് കൈസർ-ഇ-ഹിന്ദ്. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് ആഹ്വാനം ചെയ്തത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് ആഹ്വാനം ചെയ്തത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ദണ്ഡി മാർച്ചിനിടെ സന്നദ്ധ ഭടന്മാർ ആലപിച്ച രഘുപതി രാഘവ രാജാറാം എന്ന ഗാനത്തിന് സംഗീതം നൽകിയത് വിഷ്ണു ദിഗംബർ പലുസ്കാർ ആണ്. ദണ്ഡി മാർച്ചിനിടെ സന്നദ്ധ ഭടന്മാർ ആലപിച്ച രഘുപതി രാഘവ രാജാറാം എന്ന ഗാനത്തിന് സംഗീതം നൽകിയത് വിഷ്ണു ദിഗംബർ പലുസ്കാർ ആണ്. സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ഉപനിഷത്തിൽ നിന്നുള്ളതാണ്? മുണ്ടകോപനിഷത്തിൽ നിന്നുള്ളതാണ്. സത്യമേവ ജയതേ എന്ന വാക്യം മുണ്ടകോപനിഷത്തിൽ നിന്നുള്ളതാണ്. അഗ്നിമീളെ പുരോഹിതം എന്നാരംഭിക്കുന്ന വേദമാണ് ഋഗ്വേദം. അഗ്നിമീളെ പുരോഹിതം എന്നാരംഭിക്കുന്ന വേദമാണ് ഋഗ്വേദം. അബ്ദുൾ റസാഖ് വിജയനഗരം സന്ദർശിച്ച സമയത്തെ ഭരണാധികാരിയാണ് ദേവരായർ രണ്ടാമൻ. അബ്ദുൾ റസാഖ് വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച സമയത്തെ ഭരണാധികാരിയാണ് ദേവരായർ രണ്ടാമൻ. ഛത്രപതി ശിവജിയുടെ മന്ത്രിസഭ അറിയപ്പെടുന്നത് അഷ്ടപ്രധാൻ എന്ന പേരിലാണ്. ഛത്രപതി ശിവജിയുടെ മന്ത്രിസഭ അറിയപ്പെടുന്നത് അഷ്ടപ്രധാൻ എന്ന പേരിലാണ്. അടിമവംശം സ്ഥാപിച്ച കുത്തുബുദ്ദീൻ ഐബക്ക് ഏത് ഭരണാധികാരിയുടെ അടിമയായിരുന്നു? മുഹമ്മദ് ഗോറിയുടെ അടിമയായിരുന്നു. അടിമവംശ സ്ഥാപകനായ കുത്തുബുദ്ദീൻ ഐബക്ക് മുഹമ്മദ് ഗോറിയുടെ അടിമയായിരുന്നു. നാണയങ്ങളിൽ രണ്ടാം അലക്സാണ്ടർ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. നാണയങ്ങളിൽ രണ്ടാം അലക്സാണ്ടർ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. ഏഷ്യയുടെ പ്രകാശം എന്ന് ശ്രീബുദ്ധനെ വിശേഷിപ്പിച്ചത് എഡ്വിൻ ആർണോൾഡ് ആണ്. ഏഷ്യയുടെ പ്രകാശം എന്ന് ബുദ്ധനെ വിശേഷിപ്പിച്ചത് എഡ്വിൻ ആർണോൾഡ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധമത വിഹാരം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് തവാങ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധമത വിഹാരം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് തവാങ്. ഗുജറാത്തിലെ ദ്വാരകയിൽ ശങ്കരാചാര്യർ സ്ഥാപിച്ച മഠത്തിന്റെ പേര് ശാരദാ മഠം എന്നാണ്. ഗുജറാത്തിലെ ദ്വാരകയിൽ ശങ്കരാചാര്യർ സ്ഥാപിച്ച മഠമാണ് ശാരദാ മഠം. മഹാവീരൻ പരമജ്ഞാനം അഥവാ കൈവല്യം നേടിയത് ഏത് ഗ്രാമത്തിൽ വെച്ചാണ്? ജ്രംബിയിൽ വെച്ചാണ്. മഹാവീരൻ കൈവല്യം നേടിയ ഗ്രാമമാണ് ജ്രംബി. ഇന്ത്യയുടെ മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. ഇന്ത്യയുടെ മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ.
സൂര്യനും ഭൂമിയും തമ്മിൽ അകലം ഏറ്റവും കുറഞ്ഞ ദിവസം ജനുവരി 3 സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കുറഞ്ഞ ദിവസമാണ് ജനുവരി 3. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. വിമാനങ്ങളുടെ സഞ്ചാരത്തിന് അനുയോജ്യമായ അന്തരീക്ഷ മണ്ഡലം സ്ട്രാറ്റോസ്ഫിയർ ആണ്. വിമാനങ്ങളുടെ സഞ്ചാരത്തിന് അനുയോജ്യമായ അന്തരീക്ഷ മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ. ഭൂമിയുടെ ചുറ്റളവ് കണ്ടെത്തിയ ഗ്രീക്ക് ചിന്തകനാണ് ഇറാത്തോസ്തനീസ്. ഭൂമിയുടെ ചുറ്റളവ് കണ്ടെത്തിയ ഗ്രീക്ക് ചിന്തകനാണ് ഇറാത്തോസ്തനീസ്. വാൽനക്ഷത്രത്തിൽ ഇറങ്ങിയ ആദ്യത്തെ ബഹിരാകാശ പേടകമാണ് റോസെറ്റ. വാൽനക്ഷത്രത്തിൽ ഇറങ്ങിയ ആദ്യത്തെ ബഹിരാകാശ പേടകമാണ് റോസെറ്റ. ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് സുപ്പീരിയർ തടാകം. ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് സുപ്പീരിയർ തടാകം. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടിയായ കിളിമഞ്ചാരോ സ്ഥിതി ചെയ്യുന്ന രാജ്യം ടാൻസാനിയയാണ്. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടിയായ കിളിമഞ്ചാരോ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ടാൻസാനിയ. വിസ്തീർണ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. വിസ്തീർണ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല കണ്ണൂരാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ലയാണ് കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് അതിരപ്പള്ളി. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് അതിരപ്പള്ളി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം പീച്ചിയാണ്. തൃശ്ശൂർ ജില്ലയിലെ പീച്ചിയിലാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ഒരു ജലപ്രവാഹത്തെ നദിയായി കണക്കാക്കുന്നതിന് വേണ്ട ഏറ്റവും കുറഞ്ഞ നീളം 15 കിലോമീറ്ററാണ്. കേരളത്തിൽ ഒരു ജലപ്രവാഹത്തെ നദിയായി കണക്കാക്കണമെങ്കിൽ അതിന് വേണ്ട ഏറ്റവും കുറഞ്ഞ നീളം 15 കിലോമീറ്ററാണ്. ചന്ദ്രഗിരി പുഴ കടന്നുപോകുന്ന കേരളത്തിലെ ജില്ല കാസർഗോഡാണ്. ചന്ദ്രഗിരി പുഴ കടന്നുപോകുന്ന കേരളത്തിലെ ജില്ലയാണ് കാസർഗോഡ്. ആഫ്രിക്കൻ ഡെവലപ്മെന്റ് ബാങ്ക്. ആഫ്രിക്കൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനമാണ് അബിദ്ജാൻ. ഐവറി കോസ്റ്റിലാണ്. ഐവറി കോസ്റ്റിലുള്ള അബിദ്ജാൻ ആണ് ആഫ്രിക്കൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം. സ്വതന്ത്ര ഇന്ത്യയുടെ നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയുടെ നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ കറൻസിയിൽ ചിത്രം ആലേഖനം ചെയ്യപ്പെട്ട അവസാന ഭരണാധികാരി ജോർജ് 6 രാജാവാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ കറൻസിയിൽ ചിത്രം ആലേഖനം ചെയ്യപ്പെട്ടത് ഏത് ഭരണാധികാരിയാണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ കറൻസിയിൽ ചിത്രം ആലേഖനം ചെയ്യപ്പെട്ട അവസാനത്തെ ഭരണാധികാരിയാണ് ജോർജ് 6 രാജാവ്. ഇന്ത്യയിലെ ആദ്യ ബാങ്കിംഗ് റോബോട്ടായ ലക്ഷ്മി സ്ഥാപിച്ച ബാങ്കാണ് സിറ്റി യൂണിയൻ ബാങ്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കിംഗ് റോബോട്ടായ ലക്ഷ്മി സ്ഥാപിച്ചത് സിറ്റി യൂണിയൻ ബാങ്കാണ്. ഇന്ത്യൻ രൂപയുടെ പ്രതീകം നിലവിൽ വന്ന വർഷം 2010. ഇന്ത്യൻ രൂപയുടെ പ്രതീകം നിലവിൽ വന്ന വർഷം 2010. ഇന്ത്യയിൽ 500, 1000 രൂപ നോട്ടുകൾ പിൻവലിച്ചത് 2016 നവംബർ 8. ഇന്ത്യയിൽ 500 രൂപ, 1000 രൂപ നോട്ടുകൾ പിൻവലിച്ചത് 2016 നവംബർ 8. കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായ വർഷം 1978. കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായ വർഷമാണ് 1978. ചെങ്കടലിനെയും ഇന്ത്യൻ മഹാസമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന ഉൾക്കടലാണ് ഏദൻ ഉൾക്കടൽ. ചെങ്കടലിനെയും ഇന്ത്യൻ മഹാസമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന ഉൾക്കടലാണ് ഏദൻ ഉൾക്കടൽ. എൽ നിനോ പ്രതിഭാസം കാണപ്പെടുന്ന സമുദ്രതീരം പസഫിക് സമുദ്രമാണ്. എൽ നിനോ പ്രതിഭാസം കാണപ്പെടുന്ന സമുദ്രതീരമാണ് പസഫിക് സമുദ്രം. തിരാതടം മുതൽ തിരാശിഖരം വരെയുള്ള ലംബദൂരം അറിയപ്പെടുന്നത് തിരോന്നതി എന്നാണ്. തിരാതടം മുതൽ തിരാശിഖരം വരെയുള്ള ലംബദൂരം അറിയപ്പെടുന്നത് തിരോന്നതി എന്നാണ്. തിരാതടം മുതൽ തിരാശിഖരം വരെയുള്ള ലംബദൂരം അറിയപ്പെടുന്നത്.